കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കായംകുളം പെരിങ്ങാല കരിമുട്ടം ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ കരിമുട്ടം ക്ഷേത്രത്തിനു മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി വി സുഷികുമാർ ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കായംകുളം പെരിങ്ങാല കരിമുട്ടം ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ കരിമുട്ടം ക്ഷേത്രത്തിനു മുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥന നടത്തി. പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏത് രാജ്യക്കാരനായാലും ഏത് മതക്കാരനായാലും ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ആളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും കഴിഞ്ഞകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനം നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും അവരുടെ കേന്ദ്രങ്ങളിൽ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ആ രാജ്യത്ത് കടന്നു ചെന്ന് അവരുടെ താവളമടക്കം നശിപ്പിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതേ അനുഭവം തന്നെയായിരിക്കും ഭാരതം ഇന്ന് പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്ന തിരിച്ചടിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് കഴിവുള്ള ഒരു ഭരണ നേതൃത്വമാണ്, ലോകത്തിൻ്റെ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ഭരണ നേതൃത്വമാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. ഭാരതത്തിലെ ഒരു സൈനികനെ കൊലപ്പെടുത്തിയാലും ഭാരതത്തിലെ ഒരു സാധാരണ ജനത്തിനെ കൊലപ്പെടുത്തിയാലും ഭാരതത്തിൻ്റെ ഗവൺമെൻറ്, ഇതിൻ്റെ പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആ കാര്യത്തിൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ, അതിന് പ്രതികരണം നടത്താൻ തയ്യാറുള്ള തൻ്റെ ഇടമുള്ള ആളുകളാണ് ഇന്ന് ഭാരതം നയിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി വി സുഷികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകപക്ഷീയമായിട്ട് സമുദായം ചോദിച്ച്, മതം ചോദിച്ച്, പ്രിയ സഹോദരങ്ങളെ, ദേശസ്നേഹികളായ ആൾക്കാരെ ദാരുണമായി കൊലപ്പെടുത്തുന്ന രംഗമാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കാലങ്ങളായിട്ട് ഭാരതം ഇങ്ങനെയുള്ള ഭീകരവാദികളുടെ ദുരന്തങ്ങളിൽപ്പെട്ട് ഉലയുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനൊക്കെ തിരിച്ചടികൾ പല കാലഘട്ടങ്ങളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഭാരതം സ്വാതന്ത്ര്യമാകുന്ന മുമ്പ് തൊട്ട് ഏതാണ്ട് 1000-ഓളം വർഷങ്ങളായിട്ട് അടിമത്തം അനുഭവിച്ച രാഷ്ട്രമായിരുന്നു ഭാരതം. ആ ഭാരതത്തെ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്നും ശ്രമിക്കുന്നു. യൂറോപ്യൻകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും മുഹമ്മദീയരും എല്ലാം തന്നെ ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഭാരതത്തെ ഇന്നും വിധ്വംസക ശക്തികള് ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്നുകൊണ്ട്, അകത്തും പുറത്തുമായി നിന്നുകൊണ്ട് ഇന്നും ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ വേണ്ടത്, ദേശസ്നേഹികളായ നമ്മുടെ സഹോദരങ്ങള് മതം മറന്ന്, ജാതി മറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട്, ദേശസ്നേഹികളായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കേണ്ടത്. പക്ഷേ ഇന്നിവിടെ നടക്കുന്നതല്ല. ഇന്ന് രാജ്യത്തിനൊരു അപകടമുണ്ടാകുമ്പോൾ രാഷ്ട്രീയം നോക്കി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന വിധ്വംസക ശക്തികള്, അത് ഇടത് വലത് ഭരണകൂടങ്ങള് ഈ സ്വന്തം രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് നമുക്കറിയാം, മദനിയെ പോലുള്ള രാജ്യദ്രോഹികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചു. ഇന്നും ഇന്നലെയായിട്ട് നടക്കുന്ന പ്രസ്താവനകള് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്, സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് മതം ചോദിക്കുന്നത്, അവന്റെ ലിംഗം ചോദിക്കുന്നു. ഇത് സനാതന ധർമ്മത്തെ തകർക്കാനുള്ള യാത്രയാണ്. ഇതിനെ തിരിച്ചറിയാൻ നമുക്ക് ഓരോ ഭാരതീയ പൗരനും ജനാധിപത്യ വിശ്വാസികൾക്കും കഴിയേണ്ടതുണ്ട്. ഹരികുമാർ, അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ, രാഹുൽ രാമചന്ദ്രൻ, വേണുകുമാർ, ഗോപകുമാർ, അശോക് കുമാർ, ഉണ്ണി തോട്ടാശ്ശേരിൽ, ഗിരിജ സുശികുമാർ, എം സുകുമാരപിള്ള, രാജൻ പി ഡി, സുനിൽ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.